മിസ്മാച്ച്ഡ് കപ്പിൾസ് തമ്മിൽ അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്നു. അന്ന് രാത്രി അവർ മിസ്മാച്ച്ഡ് കപ്പിൾസ് ആണ് എന്നതല്ലാതെ അവരെ തേടി ഒരു വലിയ പ്രശ്നം അവരുടെ ഡോർ സ്റ്റെപ്പിൽ വരുന്നു. സോ ആ ഒരു പ്രശ്നം ഈ രണ്ട് ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആളുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ കോർ പ്ലോട്ട്. വളരെ രസകരമായി മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണ് ധൂംധാം. നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസായ ഒരു മൂവി എന്ന പ്രത്യേകത ഉണ്ട് ഇതിന്. യാമി ഗൗതം, പ്രദീപ് ഗാന്ധിയാണ് ഇതിലെ ആ ഒരു മേജർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. സോ അവരെങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പോയിന്റ്. സോ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും അവരുടെ പെർഫോമൻസ് ആണ്. കാരണം അങ്ങനെയുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണത്. സോ അവരുടെ പെർഫോമൻസ് സിനിമയെ ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യുന്നുള്ളത് തോന്നി. അവർ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വളരെ ഫണ്ണി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ടു ആൻ എക്സ്റ്റെൻഡ് ഈ ഒരു മൂവിയിൽ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. എവിടെയും ബോറടിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണ്. ഋഷഭ് സേതാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാവം വെർട്ടിനറി ഡോക്ടറും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റിയുമായിട്ടുള്ള കോയൽ എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ കല്യാണം കഴിക്കുന്നു. സോ ആ ഒരു കല്യാണത്തിൻ്റെ അന്നാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ അങ്ങോട്ട് അവർ നിർത്താതെയുള്ള ഓട്ടമാണ് ആ ഒരു മൂവി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കുറച്ച് കോമഡിയും കുറച്ച് ത്രില്ലടിയും ഒരു പ്രഡിക്റ്റബിൾ ട്വിസ്റ്റൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ഫണ്ണി മൂവിയാണ്. സോ ഒരു ഫണ്ണി റൈഡ് എന്ന രീതിക്ക് കണ്ടു മറക്കാവുന്ന ഒരു മൂവിയാണിത്. അതല്ലാതെ സിനിമാറ്റിക് ലിബർട്ടി, അക്യുറസി, ലോജിക് എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിച്ച് കാണുന്നവർക്ക് അത്ര സാറ്റിസ്ഫൈങ് വാച്ചല്ലായിരിക്കും. അല്ലാത്തവർക്ക് ഒരു ഫൺ റൈഡ് എന്ന രീതിയിൽ കണ്ടു മറക്കാവുന്ന ഒരു മൂവിയാണ്. കുറച്ച് രസകരമായി എടുത്ത മൂവിയാണ്. അതായിരുന്നു സിനിമയുടെ ഒരു ഹൈലൈറ്റ്. സോ ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അല്ലാത്തവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക.